നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ വിദേശികളുടെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. കുവൈറ്റിൽ വിദേശികൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ അത് പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിന് ഇനി മുതൽ 10 ദിനാർ ഫീസ് ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 1976 81 നമ്പർ പ്രമേയത്തിൽ ഭേദഗതി വരുത്തി 2025 560 നമ്പർ മന്ത്രിസഭാ ഉത്തരവാണ് ഇപ്പോൾ ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സാഹിബിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നതെന്നതാണ് വിവരം. വിശദവിവരങ്ങൾ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് അവ പ്രാബല്യത്തിൽ വരുത്താൻ ആഭ്യന്തര മന്ത്രാലയ അണ്ടർ സെക്രട്ടറിയോട് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്തിടെ കാതലായ മാറ്റങ്ങൾ തന്നെയാണ് കുവൈറ്റിലെ ഗതാഗത രംഗത്ത് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ വിദേശികൾക്ക് 3 വർഷത്തേക്ക് ലഭ്യമായിരുന്ന ഡ്രൈവിംഗ് ലൈസൻസ് 5 വർഷമാക്കി ഉയർത്തിയിരിക്കുകയാണ്. കുവൈറ്റ് സ്വദേശികൾക്കും GCC പൗരന്മാർക്കും 15 വർഷമാണ് ഇത്തരത്തിൽ ലൈസൻസ് ലഭ്യമാകുക. പൗരത്വരഹിത വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് അധികൃതർ അനുവദിച്ചിട്ടുള്ള താമസരേഖയുടെ അടിസ്ഥാനത്തിലാകും ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ അനുവാദം നൽകുന്നത്. ഗതാഗത നിയമ ലംഘനങ്ങളുടെ പേരിൽ ബ്ലോക്ക് ചെയ്തിട്ടുള്ള കുറ്റങ്ങൾക്ക് പിഴ തുക അടച്ച് മാറ്റാൻ അവസരം നൽകുന്നുണ്ട്. അവ ന്യൂസ് മോളിൽ ഇന്ന് മുതൽ വ്യാഴാഴ്ച വരെ അവസരം നൽകുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 10 മണി വരെ ആയിരിക്കും. ഗതാഗത മന്ത്രാലയത്തിന്റെ യൂണിഫൈഡ് ഗൾഫ് ട്രാഫിക് വാരാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പുതുക്കൽ നടപടികൾ. ഇതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കുവൈറ്റിൽ വിദേശികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി 5 വർഷമായി വർദ്ധിപ്പിക്കാൻ സർക്കാർ ഉത്തരവായി എന്നുള്ള റിപ്പോർട്ട് പുറത്തുവന്നത്. രാജ്യത്തെ ഗതാഗത നിയമവുമായി ബന്ധപ്പെട്ട ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള പുതിയ ചട്ടപ്രകാരം വകുപ്പുകളിൽ വരുത്തിയിട്ടുള്ള മാറ്റത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പുതിയ നിയമ തീരുമാനം ഉണ്ടായത്. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതോടെ പുതിയ നിയമം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നിരുന്നു. നിലവിൽ വിദേശികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി 3 വർഷം വരെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ടാണ് പുതിയ തീരുമാനം കൊണ്ടുവന്നത്. പുതിയ നിയമപ്രകാരം സ്വദേശികൾക്കും GCC പൗരന്മാർക്കും 15 വർഷത്തേക്കും ബിദൂനികൾക്ക് അവരുടെ തിരിച്ചറിയൽ കാർഡിന്റെ കാലാവധി അടിസ്ഥാനമാക്കിയും ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനുള്ള അനുവാദം നൽകുന്നുണ്ട്. എന്നാൽ വിദേശികളിൽ ചില പ്രത്യേക തസ്തികകളിൽ പെട്ടവർക്കായി അനുവദിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡർ ഈ തസ്തികകളിൽ നിന്നും മാറിയാൽ ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാകുമെന്നുള്ള അറിയിപ്പോടുകൂടെയാണ് പുതിയ തീരുമാനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രാജ്യത്തെ താമസരേഖ റദ്ദാക്കുന്നതോടെ ലൈസൻസും അസാധുവാകുമെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.